കൊല്ലം പാലത്തറ NS സഹകരണ ആശുപത്രിയുടെ 18ാം വാർഷികം 16-17 തീയതികളിൽ ആശുപത്രി ക്യാമ്പസിൽ നടക്കും. മന്ത്രി BN വാസവൻ വാർഷികം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന്റെ ഉടമസ്ഥതയിൽ 2006 ഫെബ്രുവരി 17-ന് 60 കിടക്കകളും 80 ജീവനക്കാരുമായി പ്രവർത്തനമാരംഭിച്ച ആശുപത്രി ഇന്ന് 500 കിടക്കകളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആശുപത്രി പ്രസിഡന്റും മുൻ MP-യുമായ P. രാജേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുക. ആശുപത്രി വൈസ് പ്രസിഡന്റ് A. മാധവൻപിള്ള സ്വാഗതം പറയും. കടകംപള്ളി സുരേന്ദ്രൻ MLA, സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷ് IAS എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. M. ഗംഗാധരക്കുറുപ്പ് സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകൾ, പ്രതിസന്ധികളും അതിജീവനവും എന്ന വിഷയം അവതരിപ്പിക്കും. സെക്രട്ടറി P. ഷിബു നന്ദി പറയും. നിലവിൽ 36 ചികിത്സാ വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നു. 200 കോടി രൂപയാണ് ആശുപത്രിയുടെ വാർഷിക ടേൺ ഓവർ എന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ആശുപത്രി ആവുന്നത്ര ത്യാഗപൂർണമായി സമർപ്പിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം അറിവുള്ളതുപോലെ മറ്റു പല സ്ഥാപനങ്ങളെയും ഈ പ്രതിസന്ധി ബാധിച്ചപ്പോൾ അതുപോലെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പക്ഷെ നേരിയ സ്വാധീനം, നേരിയ ചലനം എവിടെയും ശ്രദ്ധിക്കാതിരിക്കുന്നില്ലല്ലോ. ഒരു വലിയ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ചെറിയ അലയൊലി എല്ലായിടത്തും അന്തരീക്ഷത്തിലാകെ സ്വാധീനിക്കപ്പെടും, എത്തുമെന്ന് പറയുന്നത് പോലെ നമ്മളെയും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മറികടക്കാൻ തക്കവണ്ണമുള്ള ശ്രദ്ധാപൂർവമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പോൾ പല ആശുപത്രികളും അടച്ചുപൂട്ടി, ശമ്പളം വെട്ടിക്കുറച്ചു. 3 ടണ്ണായി ശമ്പളം വെട്ടിക്കുറച്ച ആശുപത്രികൾ പോലും കേരളത്തിലുണ്ട്. 30% കുറയ്ക്കാത്ത ഒരു ആശുപത്രി ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെ ഉൾപ്പെടെ ഞങ്ങൾ പക്ഷേ ഒരു കുറവും വരുത്താതെ പ്രവർത്തിച്ചു പോകാനാണ് ശ്രമിച്ചത്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയും അംഗീകാരവും ലഭിക്കുകയുണ്ടായി. കോവിഡാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, വെല്ലുവിളി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.